കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 755, സൂറത്തുൻ നൂർ, ആയത്തുകൾ 11 മുതൽ 20 വരെ, പേജ് നമ്പർ 1224. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും لا تحسبوه شرا لكم بل هو خير لكم لكل امرئ منهم ما اكتسب من الإثم والذي تولى كبره منهم له عذاب عظيم لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين لولا جاءوا عليه بأربعة شهداء فإذ لم يأتوا بالشهداء فأولئك عند الله هم الكاذبون ولولا فضل الله عليكم ورحمته في الدنيا والآخرة لمسكم فيما أفضتم فيه عذاب عظيم إذ تلقونه بألسنتكم وتقولون بأفواهكم ما ليس لكم به علم وتحسبونه هينا وهو عند الله عظيم ولولا إذ سمعتموه قلتم ما يكون لنا أن نتكلم بهذا سبحانك هذا بهتان عظيم يعظكم الله أن تعودوا لمثله أبدا إن كنتم مؤمنين ويبين الله لكم الآيات والله عليم حكيم إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون ولولا فضل الله عليكم ورحمته وأن الله رؤوف رحيم. സൂറത്തുൻ നൂർ, ആയത്ത് 11, പേജ് നമ്പർ 1224. ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും, നിശ്ചയമായും ആ കള്ളവാർത്തയുമായി വന്നവർ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു കൂട്ടർ തന്നെയാകുന്നു. ലാ തഹ്സബൂഹു ശർറൻ ലക്കും, ആ കള്ളവാർത്ത നിങ്ങൾക്ക് ഒരു ദോഷമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ബൽ ഹുവ ഖൈറുൽ ലക്കും, എന്നാൽ അത് നിങ്ങൾക്ക് ഗുണകരമാണ്. ഈ ആയത്ത് മുതൽ 22-ാം ആയത്ത് വരെ പ്രതിപാദ്യ വിഷയം ആയിഷ റളിയല്ലാഹു അൻഹായുടെ പേരിലുണ്ടായ ആരോപണ സംഭവവും തൽസംബന്ധമായ കാര്യങ്ങളുമാകുന്നു. ആ സംഭവം അനേകം മതവിജ്ഞാനങ്ങളടങ്ങുന്ന ഈ സൂറത്തിലെ പല വചനങ്ങളുടെയും അവതരണ ഹേതുവാകുന്നു. ആയിഷ റളിയല്ലാഹു അൻഹായുടെയും അവരുടെ കുടുംബത്തിൻ്റെയും ശ്രേയസ്സും മഹത്വവും വർദ്ധിക്കുവാൻ അത് ഇടയാക്കിയിട്ടുണ്ട്. പ്രധാന ഹദീസ് ഗ്രന്ഥങ്ങളിലെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ആ സംഭവം താഴെ പറയും പ്രകാരമാകുന്നു. ഹിജ്റ 5-ാം വർഷത്തിലാണ് ഈ സംഭവം. 6-ാം വർഷമാണെന്നും അഭിപ്രായമുണ്ട്. ബനുൽ മുസ്തലഖ് യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ഇതെന്ന് ഗ്രന്ഥങ്ങളിൽ കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ പ്രസ്താവിച്ചതായി അവരുടെ ജ്യേഷ്ഠ സഹോദരിയുടെ പുത്രനായ ഉർവ
റളിയല്ലാഹു അൻഹു മുതലായവർ ഉദ്ധരിക്കുന്നു. കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 756 സൂറത്തുൻ നൂർ ആയത്ത് 11 വിശദീകരണം തുടരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹായുടെ സംഭവവുമായി ബന്ധപ്പെട്ട ഹദീസുൽ ഇഫ്ക് ആണ് ഇനി പറയുന്നത് വിശദീകരണമായിട്ട്. പേജ് നമ്പർ 1224. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ല യാത്രക്കും ഉദ്ദേശിക്കുമ്പോൾ ഭാര്യമാർക്കിടയിൽ നറുക്കിടുകയും ആരുടെ പേരാണ് കിട്ടിയതെങ്കിൽ അവരെ കൂടെ കൊണ്ടുപോവുകയും പതിവായിരുന്നു. അങ്ങനെ ഒരു യുദ്ധയാത്രയിൽ എൻ്റെ പേര് വന്നു. ഇത് ഹിജാബിൻ്റെ ആയത്ത്, അതായത് സ്ത്രീകൾ പർദ്ദ ആചരിക്കണമെന്ന് കൽപ്പിക്കുന്ന ആയത്ത് അവതരിച്ചതിന് ശേഷമായിരുന്നു. ഒരു കൂടാരത്തിലായിക്കൊണ്ടാണ് എന്നെ വാഹനത്തിൽ കയറ്റുകയും ഇറക്കുകയും ചെയ്തിരുന്നത്. പേജ് നമ്പർ 1225. ഞങ്ങൾ യാത്ര കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ മദീനയുടെ അടുത്തുള്ള ഒരു താവളത്തിൽ ഇറങ്ങി. അവിടെ നിന്ന് യാത്ര തുടരുവാൻ അറിയിപ്പുണ്ടായി. ഈ അവസരത്തിൽ ഞാൻ എൻ്റെ മലമൂത്ര വിസർജനാദി ആവശ്യങ്ങൾക്ക് വേണ്ടി സൈന്യത്തിൽ നിന്ന് കുറച്ച് അകലെ വിട്ടുപോയിരുന്നു. അത് കഴിഞ്ഞ് മടങ്ങി വന്ന് മാറിൽ തൊട്ടു നോക്കുമ്പോൾ എൻ്റെ മാല നഷ്ടപ്പെട്ടു പോയതായി കണ്ടു. ഞാൻ തിരിച്ചുപോയി അത് തേടിക്കൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞു. എന്നെ വാഹനപ്പുറത്ത് കയറ്റിത്തരാറുള്ള ആളുകൾ എൻ്റെ കൂടാരമെടുത്ത് ഒട്ടകപ്പുറത്ത് വെച്ചു. കേവലം കനം കുറഞ്ഞ ഒരു ചെറുപ്പക്കാരിയായിരുന്നതുകൊണ്ട് ഞാൻ അതിൽ ഇല്ലാത്തതായി അവർക്ക് സംശയം തോന്നുകയുണ്ടായില്ല. അവർ ഒട്ടകവുമായി നടന്നു. സൈന്യം സ്ഥലം വിട്ടതിന് ശേഷമായിരുന്നു എനിക്ക് മാല കിട്ടി ഞാൻ സ്ഥലത്ത് തിരിച്ചെത്തിയത്. വന്നു നോക്കുമ്പോൾ വിളിക്കുവാനാകട്ടെ പറയുവാനാകട്ടെ ആരുമില്ല. ഞാൻ അതേ സ്ഥലത്ത് തന്നെ ഇരുന്നു. അവർ പിന്നീട് എന്നെ കാണാതാവുകയും അന്വേഷിച്ച് തേടി വരികയും ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ അവിടെ ഇരിക്കുന്നതിനിടയിൽ എനിക്ക് കണ്ണിൽ ഉറക്ക പിടിച്ചു. സൈന്യത്തിന് പിന്നാലെയായി ഇത്തരം കാര്യങ്ങളെപ്പറ്റി അന്വേഷിച്ചറിയുവാൻ നിയോഗിക്കപ്പെട്ട സഫ്വാൻ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അദ്ദേഹം വെളുക്കാൻ കാലത്ത് അവിടെ എത്തി. അദ്ദേഹം ഒരു മനുഷ്യൻ്റെ നിഴൽ കണ്ടു. പർദ്ദാ നിയമത്തിന് മുമ്പ് അദ്ദേഹം എന്നെ കണ്ടിരുന്നത് കൊണ്ട് എന്നെ മനസ്സിലായി. ഉടനെ അദ്ദേഹം ഇസ്തിർജാ ചൊല്ലി. വല്ല വിധത്തിലുമുള്ള ആപത്തും നേരിടുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നാം എല്ലാം അള്ളാഹുവിൻ്റേതാണ്, നാം അവനിലേക്ക് തന്നെ മടങ്ങുന്നതുമാണ് എന്ന് പറയുവാൻ ഖുർആൻ നമ്മെ ഉപദേശിച്ചിട്ടുണ്ട്. ഇതിനാണ് ഇസ്തിർജാ അഥവാ മടക്കം കാണിക്കുക എന്ന് പറയുന്നത്. ഇക്കാര്യം ബ്രാക്കറ്റിലാണ്, വല്ല വിധത്തിലുമുള്ള തൊട്ട്. എന്തോ അബദ്ധം പിണഞ്ഞതായി സഫ്വാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് അത് പറഞ്ഞത്. അത് കേട്ടാണ് ഞാൻ ഉണർന്നത്. ഉടനെ ഞാൻ എൻ്റെ മൂടുവസ്ത്രം കൊണ്ട് മുഖം മറച്ചു. അള്ളാഹു തന്നെയാണ്, അദ്ദേഹം ഇസ്തിർജായിൻ്റെ വാക്കല്ലാതെ എന്നോടൊന്നും പറയുകയുണ്ടായിട്ടില്ല. ഞാൻ അതല്ലാതെ ഒന്നും കേട്ടിട്ടുമില്ല. അദ്ദേഹം വേഗം ഇറങ്ങി ഒട്ടകത്തെ മുട്ടുകുത്തിച്ചു. അതിൻ്റെ കൈക്ക് തൻ്റെ കാൽ കൊണ്ട് ചവിട്ടിത്തന്നു. ഞാൻ ഒട്ടകപ്പുറത്ത് കയറി. അദ്ദേഹം എന്നെയുമായി ഒട്ടകത്തെ നയിച്ചുകൊണ്ട് നടന്നു. സൈന്യം ഇറങ്ങിയിരുന്ന താവളത്തിലെത്തി. അവർ വെളുപ്പാൻ കാലത്ത് ഒരു താവളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ കാര്യത്തിൽ അപരാധം പറഞ്ഞുണ്ടാക്കുക നിമിത്തം നാശത്തിൽപ്പെട്ടവരൊക്കെ നാശത്തിലായി. അതിൽ നേതൃത്വം വഹിച്ചത് കപടവിശ്വാസികളുടെ നേതാവായ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ആയിരുന്നു. ഞങ്ങൾ മദീനയിലെത്തി. എനിക്ക് ഒരു മാസത്തോളം രോഗം പിടിപെട്ടു. ജനങ്ങൾ കള്ളക്കഥയിൽ മുഴുകിക്കൊണ്ടിരുന്നു. ഞാനതൊന്നും അറിഞ്ഞിരുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും മുമ്പ് എനിക്ക് അനുഭവപ്പെട്ടിരുന്ന ആ സൗമ്യമായ പെരുമാറ്റം എൻ്റെ സുഖമില്ലായ്മയുടെ അവസരത്തിൽ വരുന്നില്ലെന്ന വസ്തുത എന്നെ ആശങ്കയിലാക്കിയിരുന്നു. അവിടുന്ന് കടന്നു വന്ന് സലാം പറയുകയും നിനക്ക് എങ്ങനെ ഇരിക്കുന്നുവെന്ന് ചോദിക്കും, തിരിച്ചു പോവുകയും ചെയ്യും. അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായിരുന്നു എന്നെ സന്ദേഹപ്പെടുത്തിയിരുന്നത്. അല്പം ഒരു ആശ്വാസം കിട്ടുന്നതുവരെ മറ്റ് തകരാറുകളൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. എനിക്ക് അല്പം ആശ്വാസം വന്നപ്പോൾ ഞാനും മിസ്തഹിൻ്റെ മാതാവും കൂടി ഞങ്ങൾ വെളിക്ക് പോകാറുണ്ടായിരുന്ന മനാസ്യ എന്ന സ്ഥലത്തേക്ക് പോയി. കക്കൂസ് മറകൾ നിർമ്മിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ രാത്രിയില്ല അല്ലാതെ പകൽ സമയത്ത് വെളിക്ക് പോകാറുണ്ടായിരുന്നില്ല. വെളിക്കിരിക്കുവാൻ മറകെട്ടും മുമ്പ് ഞങ്ങൾ പഴയ കാലത്തെ അറബികളെ പോലെ പറമ്പിൽ പോകലായിരുന്നു പതിവ്. ഞാനും മിസ്തഹും കൂടി മടങ്ങുമ്പോൾ അവർ മിസ്തഹ് നാശമടയട്ടെ എന്ന് പറയുകയുണ്ടായി.
ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് മോശമായിപ്പോയി. ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള ഒരു മനുഷ്യനെ പറ്റി പഴി പറയുകയോ? അവർ പറഞ്ഞു, അവൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞാൻ ചോദിച്ചു, എന്താണ് പറഞ്ഞത്? അപ്പോൾ കെട്ടുകഥക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിവരം എനിക്ക് വിവരിച്ചു തന്നു. ഇതോടെ എൻ്റെ ദീനം മേൽക്കുമേൽ വർദ്ധിച്ചു. ഞാൻ വീട്ടിൽ വന്ന ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവേശിച്ച് നിനക്ക് എങ്ങനെയിരിക്കുന്നുവെന്ന് ചോദിക്കുകയുണ്ടായി. പേജ് നമ്പർ 1226. അപ്പോൾ എനിക്ക് എൻ്റെ മാതാപിതാക്കളുടെ അടുത്തൊന്ന് പോകുവാൻ സമ്മതം നൽകണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. അവരിൽ നിന്ന് സംഗതി ശരിക്കറിയുവാൻ ആഗ്രഹിക്കുകയായിരുന്നു ഞാൻ. തിരുമേനി സമ്മതിച്ചു. ഞാൻ ചെന്ന് ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, എന്തൊക്കെയാണ് ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മാതാവ് മറുപടി പറഞ്ഞു, പ്രിയ മകളെ, നീ അക്കാര്യം മനസ്സിൽ നിസ്സാരമാക്കി വച്ചേക്കുക. കാരണം ഒരു നല്ല പെണ്ണ് അവളെ സ്നേഹിക്കുന്ന ഒരു പുരുഷന്റെ അടുക്കൽ ആയിരിക്കുക, അവൾക്ക് കുറേ സഹപത്നിമാരും ഉണ്ടായിരിക്കുകയും ചെയ്യുക, അവർ അവളെപ്പറ്റി പലതും ചെയ്യാതിരിക്കുകയില്ല. ഞാൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ജനങ്ങൾ ഇങ്ങനെയെല്ലാം പറഞ്ഞുവല്ലോ. അന്ന് നേരം പുലരുവോളം എൻ്റെ കണ്ണുനീർ അടങ്ങിയില്ല, കണ്ണിൽ ഉറക്കം വന്നതുമില്ല. പുലർന്നിട്ടും ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ വഹി കിട്ടുവാൻ താമസിച്ചതുകൊണ്ട് അവരെ പിരിച്ചയക്കുന്നതിനെ പറ്റി ആലോചിക്കുവാനായി അലി റളിയല്ലാഹു അൻഹു, ഉസാമ റളിയല്ലാഹു അൻഹു എന്നിവരെ വിളിച്ച് അന്വേഷണം നടത്തി. ഉസാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടുകാരുടെ നിരപരാധിത്വവും അവരോട് തനിക്കുള്ള സ്നേഹവും എല്ലാം ചൂണ്ടിക്കാട്ടി. അദ്ദേഹം പറഞ്ഞു, അവർ അങ്ങയുടെ വീട്ടുകാർ തന്നെ. അള്ളാഹുവിൻ്റെ റസൂലെ, അള്ളാഹുവിനെ തന്നെയാണ് നല്ല നിലയല്ലാതെ ഒന്നും നാം അറിയുന്നില്ല. അലി റളിയല്ലാഹു അൻഹു ആകട്ടെ ഇങ്ങനെ പറയുകയാണ് ചെയ്തത്, അള്ളാഹുവിൻ്റെ റസൂലെ, അള്ളാഹു അവിടത്തേക്ക് ഒരു വിഷമവും വരുത്തിയിട്ടില്ല. സ്ത്രീകൾ അവരല്ലാതെ വേറെയും ധാരാളമുണ്ട്. അതാ ആ പെണ്ണിനോട് ചോദിച്ചു നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബരീറയെ വിളിച്ച് ഇങ്ങനെ ചോദിച്ചു. ഉസാമ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോറ്റുപുത്രനായ സെയ്ദിൻ്റെ മകനും ബരീറ റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയെ അടിമത്തത്തിൽ നിന്ന് മോചനം നൽകപ്പെട്ട് അവരൊന്നിച്ച് വസിച്ചു വന്നിരുന്ന ഭൃത്യയുമാണ്. അലി റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി നിമിത്തം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അദ്ദേഹത്തോട് അല്പം നീരസമുണ്ടായിരുന്നു. അത് സ്വാഭാവികവുമാണ്. ഈ ഉസാമ റളിയല്ലാഹു അൻഹു മുതൽ സ്വാഭാവികവുമാണ് എന്ന ഭാഗം വരെ ബ്രാക്കറ്റാണ്. ബരീറ, നീ അവരിൽ നിനക്ക് സംശയം തോന്നിക്കുന്ന വല്ലതും കണ്ടിട്ടുണ്ടോ? ബരീറ മറുപടി പറഞ്ഞു, ഇല്ല, അങ്ങയെ പ്രവാചകനായി അയച്ചിട്ടുള്ളവർ തന്നെയാണ് സത്യം. അവർ ഒരു ഇളം പ്രായക്കാരിയാണ്. വീട്ടിലെ ഭക്ഷണത്തിനുള്ള മാവ് വിട്ടേച്ച് ഉറങ്ങിപ്പോയേക്കും. വളർത്തു ആട് വന്ന് അത് തിന്നുപോയേക്കും ചെയ്യും. എന്നതിൽ കവിഞ്ഞ് അവരെ കുറ്റപ്പെടുത്തക്ക യാതൊന്നും ഞാൻ കാണുകയുണ്ടായിട്ടില്ല. ബ്രാക്കറ്റിൽ അന്ന് ആയിഷ ബീവിക്ക് 15-16 വയസ്സ് പ്രായം കാണും. അന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് ചെന്ന് മിമ്പറിൽ വെച്ച് ഇപ്രകാരം പറഞ്ഞു, എൻ്റെ വീട്ടുകാരെക്കുറിച്ച് എനിക്ക് ഉപദ്രവം ഉണ്ടാക്കി തീർത്തിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ശല്യം ഒഴിവാക്കിത്തരാൻ ആരുണ്ട്? അള്ളാഹുവാണ് എൻ്റെ വീട്ടുകാരുടെ പേരിൽ നന്മയല്ലാതെ ഞാൻ അറിയുന്നില്ല. അവർ, അതായത് ജനങ്ങൾ, ഒരു പുരുഷനെ, അതായത് സഫ്വാനെ കുറിച്ച് പറഞ്ഞു വരുന്നു. അയാളെക്കുറിച്ചും ഞാൻ നല്ലതല്ലാതെ അറിയുന്നില്ല. അദ്ദേഹം എൻ്റെ വീട്ടിൽ എന്നോടൊന്നിച്ചല്ലാതെ പ്രവേശിക്കാറുമില്ല. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞത് കപടന്മാരുടെ നേതാവായ അബ്ദുല്ലാഹിബ്നു ഉബയ്യിനെ കുറിച്ചാണ്. അപ്പോൾ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, അല്ലാഹുവാണ് സത്യം, ഞാൻ ആ മനുഷ്യൻ്റെ ശല്യം അവസാനിപ്പിച്ചു തരാം, വേണ്ടത് ചെയ്യാം. അവൻ ഔസ് കുടുംബക്കാരനാണെങ്കിൽ ഞങ്ങൾ അവൻ്റെ കഴുത്ത് വെട്ടാം. ഞങ്ങളുടെ സഹോദരങ്ങളായ ഖസ്റജ് കുടുംബത്തിൽപ്പെട്ടവനാണെങ്കിൽ അവിടുന്ന് കൽപ്പിക്കുന്ന കൽപ്പന പോലെയും ചെയ്യാം. അപ്പോൾ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. അദ്ദേഹം സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനോടായി പറഞ്ഞു, അല്ലാഹുവാണേ, ഞാൻ പറഞ്ഞത് കളവാണ്. താൻ അവനെ കൊല ചെയ്യുകയില്ല, തനിക്കതിന് സാധിക്കുകയില്ല. അപ്പോൾ ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, സത്യമായും ഞാൻ പറഞ്ഞതാണ് കളവ്, താൻ പറഞ്ഞതാണ് കളവ്. ഞങ്ങൾ അവനെ കൊല്ലുക തന്നെ ചെയ്യും. താൻ ഒരു കപടവിശ്വാസിയാണ്, കപടവിശ്വാസികൾക്കായി തർക്കിക്കുകയാണ്. ഇങ്ങനെ ഇരുകൂട്ടരും ഔസും ഖസ്റജും ഷണ്ടക്കൊരുങ്ങുകയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ തന്നെ നിൽക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സമാധാനിപ്പിച്ചു. അവരെല്ലാം മൗനമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താഴെ ഇറങ്ങി. അന്നും ഞാൻ കണ്ണുനീർ വറ്റാതെയും ഉറക്കം വരാതെയും കഴിഞ്ഞുകൂടി. എൻ്റെ ഹൃദയം പൊട്ടിപ്പിളരുമോ എന്ന് തോന്നത്തക്ക വിധം ഞാൻ 2 രാത്രിയും ഒരു പകലും കരഞ്ഞു കഴിച്ചിരിക്കുകയാണ്. എൻ്റെ ഉമ്മയും ബാപ്പയും കാലത്ത് എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഞാൻ കരയുക തന്നെയാണ്.
അപ്പോൾ അൻസ്വാരിയായ ഒരു സ്ത്രീ സമ്മതം ചോദിച്ചു വന്ന് അകത്ത് പ്രവേശിച്ചു. അവളും എന്നോടൊപ്പം കരയാൻ തുടങ്ങി. ഈ അവസരത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുക്കൽ പ്രവേശിച്ചു. അവിടുന്ന് ഇരുന്നു. എന്നെപ്പറ്റി പറഞ്ഞുണ്ടാക്കപ്പെട്ട വിഷയം പരസ്യമായി വന്നത് മുതൽക്ക് അവിടുന്ന് എൻ്റെ അടുക്കൽ വന്ന് ഇരുന്നിട്ടില്ലായിരുന്നു. എൻ്റെ കാര്യത്തിൽ ഒരു ദിവ്യ സന്ദേശം കിട്ടാതെ 1 മാസം അവിടുന്ന് അങ്ങനെ കഴിഞ്ഞുകൂടിയിരിക്കുകയാണ്. പ്രവാചകൻ തശഹ്ഹുദ് ചൊല്ലിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ആയിഷ, എന്നാൽ എനിക്ക് നിന്നെപ്പറ്റി ഇന്നിന്ന പ്രകാരം വിവരം കിട്ടുകയുണ്ടായിട്ടുണ്ട്. നീ നിരപരാധിയാണെങ്കിൽ അള്ളാഹു നിന്റെ നിരപരാധിത്വം വെളിപ്പെടുത്തിക്കൊള്ളും. നീ വല്ല പാപത്തിലും അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് പാപമോചനം തേടുകയും അവനോട് പശ്ചാത്തപിക്കുകയും ചെയ്തു കൊള്ളുക. അടിയാൻ തൻ്റെ പാപം ഏറ്റുപറഞ്ഞ് ഖേദിച്ചു മടങ്ങിയാൽ അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞു കഴിയുമ്പോഴേക്കും എൻ്റെ കണ്ണുനീർ ഒരു തുള്ളി പോലും കാണാത്ത വിധം നിലച്ചുപോയി. ഞാൻ പിതാവിനോട്, അതായത് അബൂബക്കർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, റസൂൽ പറഞ്ഞതിന് മറുപടി പറയണമെന്ന്. ഞാൻ എന്താണ് റസൂലിനോട് പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്നായിരുന്നു പിതാവ് പറഞ്ഞത്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു നോക്കി. അവരും അത് തന്നെ മറുപടി പറഞ്ഞു. ഞാനാണെങ്കിൽ ഒരു ചെറുപ്പക്കാരി, ഖുർആൻ തന്നെ അധിക ഭാവവും എനിക്ക് ഓതുവാൻ കഴിയുകയില്ല, പഠിച്ചിട്ടില്ല. ഏതായാലും ഞാൻ പറഞ്ഞു, അള്ളാഹുവാണ്, എനിക്കറിയാം. ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത നിങ്ങൾ കേട്ടു. അത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥലം പിടിച്ചു. നിങ്ങളത് സത്യമെന്ന് കരുതിയിരിക്കുകയാണ്. ഇനി ഞാൻ നിരപരാധിയാണെന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുകയില്ല. ഞാൻ നിരപരാധിയാണെന്ന് അള്ളാഹുവിന് അറിയാവുന്ന ഒരു കുറ്റം ഞാൻ നിങ്ങളോട് സമ്മതിച്ചു തരികയാണെങ്കിൽ നിങ്ങളെന്നെ വിശ്വസിച്ചേക്കും. അള്ളാഹുവാണ് എന്നെയും നിങ്ങളെയും കുറിച്ച് ഒരു ഉപമ പറയുവാൻ യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ പിതാവിനെ, അഥവാ യാക്കൂബ് നബി അലൈഹിസ്സലാമയെ അല്ലാതെ ഞാൻ കാണുന്നില്ല. അതായത് ഫസബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആൻ വലാ മാ തസിഫൂൻ. ഇനി ഭംഗിയായ ക്ഷമ തന്നെ. അള്ളാഹുവിനോടാണ് നിങ്ങൾ വിവരിക്കുന്ന കാര്യത്തെക്കുറിച്ച് സഹായം തേടപ്പെടാനുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞ വാക്ക്. അനന്തരം ഞാൻ അവിടെ നിന്ന് സ്ഥലം വിട്ട് വിരിപ്പിൽ നിന്ന് ചെന്ന് കടന്നു. എനിക്കപ്പോൾ തീർച്ചയായും അറിയാമായിരുന്നു ഞാൻ നിരപരാധിയാണെന്നും എൻ്റെ നിരപരാധിത്വം അള്ളാഹു സ്ഥാപിക്കുമെന്നും. പക്ഷേ പാരായണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വല്ല വഹയും, അതായത് ഖുർആൻ വാക്യവും എൻ്റെ കാര്യത്തിൽ അവതരിച്ചേക്കും എന്ന് ഞാൻ കരുതിയിരുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെപ്പറ്റി പാരായണം ചെയ്യപ്പെടത്തക്ക വല്ല വിഷയവും അള്ളാഹു അവതരിപ്പിക്കുന്നതിനേക്കാൾ വളരെ നിസ്സാരപ്പെട്ടതാണ് എൻ്റെ വിഷയം എന്നായിരുന്നു നിശ്ചയമായും ഞാൻ മനസ്സിലാക്കിയിരുന്നത്. എങ്കിലും എൻ്റെ നിരപരാധിത്വം അള്ളാഹു സ്ഥാപിക്കുന്ന തരത്തിലുള്ള വല്ല സ്വപ്നവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടേക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അള്ളാഹുവാണ് സത്യം, തിരുമേനി ആ സദസ്സ് വിട്ടുപോയിട്ടില്ല. വീട്ടിൽ നിന്ന് ആരും പുറത്തു പോയിട്ടുമില്ല. അപ്പോഴേക്കും അതാ അള്ളാഹുവിൻ്റെ പ്രവാചകനെ വഹയി അവതരിപ്പിക്കുന്നു. തിരുമേനി വഹയും വരുമ്പോഴത്തെ പതിവ് പ്രകാരം വിയർപ്പൊഴുകി ആ ആശ്വാസമായി അവിടുന്ന് ചിരിക്കുകയാണ്. ഒന്നാമതായി അവിടുന്ന് സംസാരിച്ച വാക്ക് ആയിഷ, അള്ളാഹുവിനെ സ്തുതിച്ചുകൊള്ളുക, അവൻ നിനക്ക് നിരപരാധിത്വം നൽകിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ എൻ്റെ മാതാവ് എന്നോട് പറഞ്ഞു, മകളെ എഴുന്നേറ്റ് റസൂലിൻ്റെ അടുത്തേക്ക് ചെല്ലൂ. ഞാൻ പറഞ്ഞു, അള്ളാഹുവാണ്, ഞാൻ റസൂലിൻ്റെ അടുത്തേക്ക് എഴുന്നേറ്റ് ചെല്ലേണ്ടതില്ല. എൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്തിയിട്ട് അള്ളാഹു ആകുന്നു, അവനെയല്ലാതെ ഞാൻ സ്തുതിക്കുന്നില്ല. അങ്ങനെ ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി എന്ന് തുടങ്ങിയ ആയത്തുകൾ അള്ളാഹു അവതരിപ്പിച്ചു. പേജ് നമ്പർ 1228. എൻ്റെ വിഷയത്തിൽ ഇത് അവതരിപ്പിച്ചതിന് ശേഷം പിതാവ് അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹവും ആയിരുന്നു ദരിദ്രത്തെയും കുടുംബത്തെയും കരുതി മിസ്താഹിബിനു അസാസ എന്നൊക്കെ മിസ്താഹിന് ചെലവ് കൊടുത്തു വന്നിരുന്നത്. അദ്ദേഹമായിരുന്നു എന്നത് മുതൽ ചെലവ് കൊടുത്തിരുന്നത് വരെ ബ്രാക്കറ്റിലാണ്. അപ്പോൾ ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവാണ് ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് മിസ്താഹ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരിക്കലും ഞാൻ അവന് വേണ്ടി ചെലവഴിക്കുകയില്ല. അത് നിമിത്തം അള്ളാഹു വലാ യഅ്തലി ഉലുൽ ഫദ്ലി എന്ന് ആയത്ത് അവതരിപ്പിച്ചു. ബുഖാരി 2661, മുസ്ലിം 7196. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇസ്ലാമിനെയും ആക്ഷേപിക്കുവാൻ വഴി നോക്കി നടക്കുന്ന മുനാഫിക്കുകൾ കൂട്ടത്തിലുണ്ടായിരുന്നു. അവർ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നുണക്കഥ കെട്ടി അങ്ങാടിപ്പാട്ടാക്കി. ചില പച്ചപ്പരമാർത്ഥികളും അതിൽ കുടുങ്ങി. ചിലർ സംശയിച്ചു നിന്നു. ഇതിനെപ്പറ്റിയാണ് ഈ ആയത്തിൽ പറയുന്നത്. സാധാരണക്കാർക്ക് ഇത് വലിയൊരു ദോഷമായി തോന്നും. സൂക്ഷ്മജ്ഞനായ അള്ളാഹു പറയുന്നത് ഇത് അവർക്ക് ഗുണമായിത്തീരുന്നു എന്നാണ്. അവരിൽ ഓരോ ആൾക്കും താൻ സമ്പാദിച്ച പാപം ഉണ്ട്. വല്ലദീ തവല്ലാ കിബ്റഹു മിൻഹും ലഹു അദാബുൻ അദീം. അവരിൽ നിന്നും അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തവനാരോ അവന് വമ്പിച്ച ശിക്ഷയുമുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടവൻ.
കപടവിശ്വാസികളുടെ നേതാവ്. കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 757, സൂറത്തുൻ നൂർ ആയത്ത് 12, പേജ് നമ്പർ 1228. ലൗലാ ഇദ് സമിഅതുമൂഹു ظنَّ المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين. നിങ്ങൾ അത് കേട്ടപ്പോൾ വിശ്വാസികളും വിശ്വാസിനികളും സ്വന്തം ആളുകളെപ്പറ്റി നന്മ വിചാരിക്കുകയും ഇത് സ്പഷ്ടമായ കളവാണെന്ന് പറയുകയും ചെയ്യാതിരുന്നതെന്ത്? സഹോദരന്മാരായ വിശ്വാസികളും വിശ്വാസിനികളും പരസ്പരം നന്മ കാക്ഷിക്കേണ്ടവരാണ്. ഏതൊരു വിശ്വാസിയും സഹോദരനെ പറ്റി നല്ലതേ ചിന്തിക്കാവൂ എന്നത് പൊതുമര്യാദയാകുന്നു. കുറവുകളും കുറ്റങ്ങളും പരസ്യമാക്കുകയല്ല വേണ്ടത്. ന്യൂനതകൾ മറച്ചു വെക്കണം. ഉപദേശിക്കേണ്ടതുണ്ടെങ്കിൽ രഹസ്യമായി ഉപദേശിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ ഒട്ടകപ്പുറത്തും അതിനെ തെളിച്ച് നടന്നുകൊണ്ട് സഫ്വാൻ റളിയല്ലാഹു അൻഹു പകൽ വെളിച്ചത്തിൽ മുസ്ലിം സൈന്യം താവളമടിച്ചിടത്തേക്ക് എല്ലാവരും കാണുക വരികയാണ് ചെയ്തത്. നീചവൃത്തി ചെയ്തവർ ഇതാണോ ചെയ്യുക? ആരുതാത്തൊന്നും അവർ ചെയ്തിട്ടില്ല എന്ന് വിശ്വാസികൾ പറയുകയാണ് വേണ്ടിയിരുന്നതെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. ആയത്ത് 13. ലൗലാ ജാഉ അലൈഹി ബിഅർബഅതി ശുഹദാ, അവർ അതിന് 4 സാക്ഷികളെ കൊണ്ടുവരാഞ്ഞതെന്ത്? ഫഇദ് ലം യഅതു ബിശുഹദാഇ, സാക്ഷികളെ അവർ കൊണ്ടുവരാത്തതിനാൽ ഫഉലൈക ഇൻദല്ലാഹി ഹുമുൽ കാദിബൂൻ, അല്ലാഹുവിങ്കൽ അവർ തന്നെയാകുന്നു കള്ളവാദികൾ. സത്യവിശ്വാസികളുടെ മാതാവ് ആയിഷ റളിയല്ലാഹു അൻഹ, സഫ്വാൻ റളിയല്ലാഹു അൻഹു എന്നിവരെ പറ്റി ഈ ഭയങ്കര നുണ പറഞ്ഞവൻ ആ നീചത്വം ചെയ്തതിന് സാക്ഷി പറയുന്ന 4 ആളെ ഹാജരാക്കണം. പേജ് നമ്പർ 1229. ഇല്ലെങ്കിൽ അവർ തനി കള്ളവാദികളാണെന്ന് അള്ളാഹു വിധിക്കുന്നു. അതിൻ്റെ ശിക്ഷ അവർ അനുഭവിക്കേണ്ടി വരും. സാധാരണ സംഭവങ്ങളിൽ 2 സാക്ഷിയാണ് വേണ്ടത്. ഈ വിഷയത്തിൽ 4 സാക്ഷികൾ വേണമെന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. അതിൽ നിന്ന് തന്നെ ഈ നീചവൃത്തിയുടെയും അതിൻ്റെ ശിക്ഷയുടെയും ഗൗരവം വ്യക്തമാണ്. 4ൽ കുറഞ്ഞവർ ഈ ദുരാരോപണം ഉന്നയിച്ചാൽ 80 അടി ശിക്ഷയാണെന്ന് നേരത്തെ ചൂണ്ടിക്കാണിച്ചുവല്ലോ. അപ്രകാരം തെളിയിക്കാൻ പറ്റാത്തതാണെങ്കിൽ മൗനം പാലിക്കുകയാണ് വേണ്ടത്. സ്വകാര്യമായി ഉപദേശിക്കാം, ബാക്കി അള്ളാഹുവിലേക്ക് ഇടുക. സംഗതി യാഥാർത്ഥ്യമാണെങ്കിൽ തന്നെയും 4 സാക്ഷികളില്ലെങ്കിൽ അതാണ് അഭികാമ്യം. ഇവിടെ ഈ സംഭവത്തിൽ ശത്രുക്കൾ കേട്ട ഉടനെ പറഞ്ഞങ്ങു പരത്തി. അസൂയക്കാരും ഹൃദയത്തിൽ രോഗമുള്ളവരും അതേറ്റുപിടിച്ചു. എന്തുകൊണ്ടവർ 4 സാക്ഷികളെ കൊണ്ടുവന്നില്ലെന്ന് ഖുർആൻ ചോദിക്കുന്നു. ആയത്ത് നമ്പർ 14. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു ഫിദ്ദുനിയ വൽആഖിറതി, നിങ്ങൾക്ക് ഇഹലോകത്തും പരലോകത്തും അല്ലാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും ഇല്ലായിരുന്നെങ്കിൽ ലമസ്സക്കും ഫിമാ ഫുത്തും ഫിഹി അദാബുൻ അദീം, നിങ്ങൾ ഈ സംസാരത്തിൽ ഏർപ്പെടുന്നതിൻ്റെ പേരിൽ വമ്പിച്ച ശിക്ഷ നിങ്ങളെ ബാധിക്കുമായിരുന്നു. ഇവിടെ അവർക്ക് വന്നുപോയ തെറ്റിൽ പശ്ചാത്തപിച്ചത് സ്വീകരിക്കാനും പരലോകത്ത് കാരുണ്യം നൽകി അനുഗ്രഹിക്കാനും അള്ളാഹു ഉദ്ദേശിക്കുന്നു എന്ന് സൂചിപ്പിക്കുകയാണ്. ആയത്ത് 15. ഇത് തലഖൗലഹു ബിഅൽസിനതികും, നിങ്ങളുടെ നാവുകൾ കൊണ്ട് അത് നിങ്ങൾ ഏറ്റുപറയുന്ന സന്ദർഭം. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഒട്ടും ചിന്തിക്കാതെയും പരിശോധിക്കാതെയും നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരുന്നു. വതഖൂലൂന ബിഅഫ്വാഹികും മാ ലൈസ ലക്കും ബിഹി ഇൽമുൻ, നിങ്ങൾക്ക് യാതൊരു വിവരവുമില്ലാത്ത വിഷയം വായകൾ കൊണ്ട് നിങ്ങൾ പറയുകയും ചെയ്ത സന്ദർഭം. നിങ്ങൾ കേട്ടത് പറഞ്ഞു എന്നല്ലാതെ അങ്ങനെ തന്നെയാണ് നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ, അങ്ങനെ തന്നെയെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ. കേട്ടപ്പോഴേക്ക് അത് പറഞ്ഞു നടക്കാൻ തുടങ്ങി. വതഹ്സബൂനഹു ഹയ്യിന, അത് നിസ്സാരമായതാണെന്ന് നിങ്ങൾ വിചാരിക്കുകയും ചെയ്യുന്നു. വഹുവ ഇൻദല്ലാഹി അദീം, അല്ലാഹുവിൻ്റെ അടുക്കൽ അത് ഗുരുതരമായതാകുന്നു. നിരപരാധികളുടെ പേരിൽ ഇത്തരം അപവാദം പറയൽ അല്ലാഹുവിൻ്റെ അടുക്കൽ ഭയങ്കരമാണ്. ഏത് സംഗതിയും ശരിക്കന്വേഷിച്ചറിയണം. വ്യക്തമായ രേഖയും തെളിവുമില്ലാതെ ഒന്നും സ്വീകരിക്കാനോ ഉൾക്കൊള്ളാനോ ഏറ്റെടുക്കാനോ പാടില്ല എന്നത് ഒരു വിശ്വാസിയുടെ മാറ്റമില്ലാത്ത നയമായിരിക്കണമെന്നാണ് ഇസ്ലാം അനുശാസിക്കുന്നത്. ആയത്ത് 16. വലൗലാ ഇദ് സമിഅതുമൂഹു ഖുൽതും, നിങ്ങൾ അത് കേട്ടപ്പോൾ നിങ്ങൾ പറയാതിരുന്നതെന്തേ? മാ യകൂന ലനാ അൻ നതകല്ലമ ബിഹാദാ, നമുക്കൊരിക്കലും ഇതിനെപ്പറ്റി സംസാരിക്കാൻ പാടില്ല. പേജ് നമ്പർ 1230. സുബ്ഹാനക, അല്ലാഹുവേ നീ അതിപരിശുദ്ധൻ. ഹദാ ബുഹ്താനുൻ അദീം, ഇത് വമ്പിച്ച കെട്ടുകഥയാകുന്നു എന്നാണ് നിങ്ങൾ പറയേണ്ടിയിരുന്നത്. അടിസ്ഥാനരഹിതമായ വല്ലതും കേൾക്കുകയോ ഗൗരവമായ വല്ലതും അറിയുകയോ ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ്, സുബ്ഹാനക, അല്ലാഹു അത്യുൽകൃഷ്ടനായിരിക്കുന്നു, നീ എത്ര പരിശുദ്ധൻ എന്നു പറയണം. ആയത്ത് 17. യഅദുകുമുല്ലാഹു അൻ തഉദൂ ലിമിസ്ലിഹി അബദ,
ഇതുപോലെയുള്ളത് ഒരിക്കലും ആവർത്തിക്കരുതെന്ന് അള്ളാഹു നിങ്ങളോട് ഉപദേശിക്കുന്നു. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ. ആയത്ത് 18, വയുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാതി, അള്ളാഹു നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു തരികയും ചെയ്യുന്നു. അല്ലാഹു അലീമുൻ ഹകീം, അള്ളാഹു സർവജ്ഞനും അഗാധജ്ഞനുമാകുന്നു. ആയത്ത് 19, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷതു ഫില്ലദീന ആമനു, നിശ്ചയമായും വിശ്വാസികളായിട്ടുള്ളവരെ സംബന്ധിച്ച് അശ്ലീല വാർത്ത പ്രചരിക്കുന്നത് ആഗ്രഹിക്കുന്നത് ആരോ അവർ ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയ വൽ ആഖിറ, ഇഹലോകത്തും പരലോകത്തും അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. വല്ലാഹു യഅലമു, അല്ലാഹു അറിയുന്നു. വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾ അറിയുന്നില്ല. നല്ല കാര്യങ്ങളെക്കാൾ ചീത്ത കാര്യങ്ങൾ സംസാരിക്കലാണ് ജനങ്ങളുടെ പൊതു സ്വഭാവം. ചില മനുഷ്യർക്ക് വൃത്തികേടുകളോടാണ് താല്പര്യം. അശ്ലീല വർത്തമാനങ്ങൾ പറയലും കാണലും കേൾക്കലുമൊക്കെ അവർക്ക് വലിയ ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് മാന്യന്മാരെ ചേർത്തി അത്തരം വിഷയങ്ങൾ സംസാരിക്കൽ അവർക്ക് മാനസിക സംതൃപ്തി ഉണ്ടാക്കും. അവരുടെ വൃത്തികെട്ട ദുഷ്ട മനസ്സിനാണ് യഥാർത്ഥ രോഗം. തങ്ങൾ ദുഷിച്ച പോലെ ഇതരരും ദുഷിക്കണമെന്ന അവരുടെ ഉള്ളിലിരിപ്പ്. അത്തരക്കാരെ പറ്റിയാണ് ഖുർആൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരക്കാർ എല്ലാ സമൂഹങ്ങളിലും കുറെ കാണും. ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊരു പ്രയോജനവും ഇല്ലെങ്കിലും അവർ ആ പണി നിർത്തുകയില്ല. ജനങ്ങൾക്കിടയിൽ വഷളന്മാരാകുക, ആക്ഷേപിക്കപ്പെടുകയും ശപിക്കപ്പെടുകയും ചെയ്യുക, അടിശിക്ഷ, ഇതൊക്കെ ഇഹലോകത്ത് അവർക്കുണ്ട്. പരലോകത്ത് കഠിനമായ ശിക്ഷ വേറെയുമുണ്ടെന്ന് ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലെ മിമ്പറിൽ അഥവാ പ്രസംഗപീഠം കയറി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഇപ്രകാരം ഉദ്ധരിക്കുന്നു: നാവ് കൊണ്ട് മുസ്ലിമാവുകയും ഹൃദയത്തിലേക്ക് വിശ്വാസം പ്രവേശിക്കാതിരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ ഹേ സംഘമേ, നിങ്ങൾ മുസ്ലിങ്ങളെ ഉപദ്രവിക്കരുത്, അവരെ അപകീർത്തിപ്പെടുത്തുകയും അരുത്, അവരുടെ രഹസ്യങ്ങളും ഉള്ളുകള്ളികളും അന്വേഷിക്കുകയും അരുത്. കാരണം പേജ് നമ്പർ 1231, ഒരാൾ തൻ്റെ മുസ്ലിം സഹോദരൻ്റെ ഉള്ളുകളികൾ അന്വേഷിക്കുന്ന പക്ഷം അള്ളാഹു അവൻ്റെ ഉള്ളുകള്ളികളും അന്വേഷിക്കും. അള്ളാഹു ഒരുവൻ്റെ ഉള്ളുകള്ളികൾ അന്വേഷിക്കുന്നതായാൽ അവൻ വഷളാക്കുന്നതായിരിക്കും. അവൻ തൻ്റെ വീട്ടിലിരുന്നാലും ശരി. തിർമിദി 21:64. ആയത്ത് 20, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ വഅന്നല്ലാഹ റഊഫുർ റഹീം, നിശ്ചയമായും അള്ളാഹു വളരെ ദയയുള്ളവനും കരുണാനിധിയും അല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടുമായിരുന്നു. അള്ളാഹുവിൻ്റെ ദയയും കാരുണ്യവുമാണ് നിങ്ങളുടെ രക്ഷയ്ക്കും സമാധാനത്തിനും അടിസ്ഥാനം.